നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് ഇരിയണിയിൽ മരത്തിനു മുകളിൽ നിന്ന് വീട്ടമ്മയ്ക്ക് നേരെ ചാടി വീണ് പുലി. രക്ഷപ്പെട്ടത് അതിസാഹസികമായി. വീടിന് പുറത്തിറങ്ങുവാൻ പോലും ഭയപ്പെട്ട് പ്രദേശവാസികൾ. കാസർഗോഡ് നഗരത്തിൽ മേൽപ്പാലത്തിന്റെ സർവീസ് റോഡ് ഉണ്ടാക്കുവാൻ കുഴിച്ചത് 3 മീറ്റർ. നിരവധി സ്ഥാപനങ്ങളിലേക്കുള്ള വഴിയടഞ്ഞു. കാൽനട യാത്രക്കാർക്ക് സാഹസിക യാത്ര. പൂച്ചക്കാട്ടെ പ്രവാസി അബ്ദുൽ ഗഫൂറിന്റെ കൊലപാതകം. കാസർഗോഡെ ജ്വല്ലറികൾ നടത്തിയ റെയ്ഡിൽ 29 പവൻ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുത്തു. അന്വേഷണം കർണാടകയിലേക്കും വ്യാപിപ്പിച്ചു. FSCTOയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു. കാത്തിരിപ്പിന് വിരാമമാകുന്നു. തൃക്കരിപ്പൂർ ആയിറ്റിയിലെ 23 കുടുംബങ്ങൾക്ക് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയം അനുവദിക്കുന്നതിന് മുന്നോടിയായി കൈവശ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. അംബേദ്കറുടെ ചരമദിനം തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആചരിച്ചു. അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് ഇരിയണിയിൽ മരത്തിനു മുകളിൽ നിന്നും പുലി വീട്ടമ്മയ്ക്ക് നേരെ ചാടി വീണ് ആക്രമിക്കുവാൻ ശ്രമിച്ചു. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ സംഭവമുണ്ടായത്. പുലിയുടെ ആക്രമണത്തിൽ നിന്നും അതിസാഹസികമായാണ് വീട്ടമ്മ രക്ഷപ്പെട്ടത്. പുലിയിറങ്ങിയ സാഹചര്യത്തിൽ വീടിന് പുറത്തിറങ്ങുവാൻ പോലും പ്രദേശവാസികൾ ഭയപ്പെടുകയാണ്. ഒരാഴ്ചക്കിടെ പലതവണ ഈ ഭാഗത്ത് പലരും പുലിയെ കണ്ടതായ വിവരവും പുറത്തു വന്നിട്ടുണ്ട്. മുളിയാർ റിസർവ് വനത്തിന് സമീപത്തെ ഇരിയണ്ണിയിൽ മരത്തിനു മുകളിൽ നിന്നും ചാടി വീണ പുലി വീട്ടമ്മയെ ആക്രമിക്കുവാൻ ശ്രമിച്ചു. ഇരിയണ്ണി ബേപ്പിലെ കനകയെയാണ് പുലി ആക്രമിക്കുവാൻ ശ്രമിച്ചത്. വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയായിരുന്നു സംഭവം. ഇരിയണ്ണി ടൗണിന് സമീപത്തെ ആയുർവേദ ആശുപത്രി, LP സ്കൂൾ എന്നീ സ്ഥാപനങ്ങൾക്കടുത്താണ് രാവിലെ കനക പുലിയെ കണ്ടത്. ഒച്ച വെച്ചതോടെ പുലി മറ്റൊരു ഭാഗത്തേക്ക് ഓടി മറയുകയും ഇവർ പെട്ടെന്ന് വീട്ടിലേക്ക് തന്നെ മടങ്ങുകയുമായിരുന്നു. സാഹസികമായി പുലിയുടെ പിടിയിൽപ്പെടാതെ രക്ഷപ്പെട്ട കനകയിൽ നിന്നും പുലി മുന്നിലേക്ക് ചാടി വീണതിൻ്റെ നടുക്കം ഇപ്പോഴും വിട്ടുമാറിയിട്ടില്ല. ഞാൻ ഹോട്ടലിൽ തൊഴിലാളി. അപ്പോൾ രാവിലെ ഞാൻ 7:20 വീട്ടിൽ നിന്ന് വരുന്നത്. 7:30 ഞാൻ ഫോറസ്റ്റിലേക്ക് എത്തി. അപ്പോഴേക്ക് പുലി മുകളിൽ നിന്ന് വീണിട്ട് തുള്ളി എൻ്റെ മുമ്പിലേക്ക് തുള്ളി. ഞാൻ പേടിച്ച് കരഞ്ഞു. വീട് വിളിച്ചു, ആരും കേൾക്കാനില്ല. അപ്പോൾ ഞാൻ കരഞ്ഞുകൊണ്ട് പീടിയേക്ക് വന്നു. പീടിയെന്ന് ആളെല്ലാം വന്നു നോക്കുമ്പോൾ പുലി ഓടിപ്പോയെന്ന് ഞാൻ കണ്ടു. കുറ്റിയടുക്കം ഭാഗത്തേക്ക് പുലി പോയിട്ടുണ്ടാകുമെന്നാണ് സംശയിക്കുന്നത്. സംഭവത്തിൽ 120ഓളം കുട്ടികൾ പഠിക്കുന്ന ഇരിയണ്ണി LP സ്കൂളിലെ രക്ഷിതാക്കൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സ്കൂളിലേക്ക് നടന്നുവരുന്ന കുട്ടികളെ സ്കൂളിൽ എത്തിക്കുവാനും തിരിച്ചു കൊണ്ടുപോകുവാനും രക്ഷിതാക്കളോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. വനം വകുപ്പ് റേഞ്ച് ഓഫീസർ വിനോദിന്റെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട്. ഒരാഴ്ചക്കിടെ പലതവണ ഈ ഭാഗത്ത് പുലിയെ കണ്ടതായി സമീപവാസികൾ വെളിപ്പെടുത്തി. ദിനംപ്രതി വളർത്തുമൃഗങ്ങളെയടക്കം പുലി ആക്രമിക്കുന്ന സ്ഥിതിയുണ്ടെന്നും സ്കൂളിൽ NSS ക്യാമ്പ് നടക്കുമ്പോൾ പുലിയുടെ സാന്നിധ്യം സ്ഥിരീകരിച്ച സാഹചര്യം പോലും ഉണ്ടായിരുന്നതായും ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ വനം വകുപ്പ് അധികൃതർ ഫലപ്രദമായ നടപടി സ്വീകരിക്കണമെന്ന് കാറടുക്ക ബ്ലോക്ക് പഞ്ചായത്ത് അംഗം BK നാരായണൻ KCN ന്യൂസിനോട് പറഞ്ഞു. കഴിഞ്ഞ ശനിയാഴ്ച ഹൈസ്കൂളിൽ NSS ക്യാമ്പ് നടക്കുകയാണ്. ആ ക്യാമ്പിൻ്റെ ദിവസം രാവിലെ ഉച്ചക്ക് 12 മണിക്ക് ഉച്ചക്ക് പിന്നെ കുട്ടികൾ 2 ഗ്രൗണ്ടിൻ്റെ ഒരു സൈഡിൽ പോയപ്പോൾ അവന് മുമ്പിൽ നിന്നാണ് 2 പുലി ഓടിപ്പോയത്. അന്ന് തന്നെ ഫോറസ്റ്റ് അധികാരിയുടെ ശ്രദ്ധയിൽ അത് പെടുത്തുകയാണ്. അത് സ്കൂൾ ഗ്രൗണ്ടിനകത്താണ്. ചെറിയ കുറ്റിക്കാടുകൾ പുല്ലിൻ്റെ താമസിക്കുന്ന 2 കുട്ടികളാണ്. ആ 2 കുട്ടികളാണ് കണ്ടത് 2 പുലി തുള്ളി പോകുന്നതാണ്. ഇത് പലപ്പോഴും ഫോറസ്റ്റ് അധികാരിയെ ശ്രദ്ധപ്പെടുത്തിയെങ്കിലും അവർ ഫലപ്രദമായ നടപടി സ്വീകരിച്ചുവെന്ന് പൂർണ്ണമായി പറയാൻ വേണ്ടി കഴിയില്ല. കൂട് വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ കണിഞ്ഞിട്ടാകുന്ന സത്യം തന്നെയാണ്. എന്നാൽ അടിയന്തരമായിട്ടും ഇത് നമ്മുടെ നാട്ടിലെ ജനങ്ങളാകെ ഭയത്തിലാണ്. പ്രദേശത്ത് വന്യമൃഗങ്ങളുടെ ആക്രമണം തടയാൻ നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം ശക്തമാണ്. പലയിടത്തും സുരക്ഷാ വേലികളില്ലാത്തതും വനത്തിന് നടുവിലൂടെയാണ് റോഡ് കടന്നു പോകുന്നത് എന്നതും ജനങ്ങളുടെ ജീവന് ഭീഷണി സൃഷ്ടിക്കുന്നുണ്ട്. പുലി ഭീഷണി ഇല്ലാതാക്കണമെന്നാവശ്യപ്പെട്ട് പ്രക്ഷോഭത്തിനുള്ള ഒരുക്കത്തിലാണ് പ്രദേശവാസികൾ. ആനശല്യത്തിനു പുറമെ പുലി കൂടി ഇറങ്ങിയത് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നതെന്നും വിഷയത്തിൽ അടിയന്തര പരിഹാരമുണ്ടായില്ലെങ്കിൽ ജനകീയ പ്രക്ഷോഭ സമരം സംഘടിപ്പിക്കുമെന്നും പൊതുപ്രവർത്തകൻ K പ്രഭാകരൻ KCN ന്യൂസിനോട് പറഞ്ഞു.
ഈ പ്രദേശങ്ങളിൽ നേരത്തെ ആന വന്ന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി ഒക്കെ ജനങ്ങളാകെ വീതിയിൽ ആയി ആന ഇപ്പോൾ തൽക്കാലം ആന പോയി എന്ന് ആശ്വസിക്കുമ്പോഴാണ് ഈ പുലിയുടെ സാന്നിധ്യമായി നമ്മളിപ്പോൾ വലിയ ഒരു വീതിയിലുള്ള സ്കൂൾ കുട്ടികളെല്ലാം തന്നെ ഇപ്പോൾ എല്ലാം തന്നെ സ്കൂളിലേക്ക് തന്നെ വരാൻ മടിക്കുന്ന ഒരവസ്ഥയുണ്ട്. അപ്പോൾ ഇതെല്ലാം തന്നെ വലിയ ഒരു അടിയന്തരമായിട്ട് ഇതിന് നടപടി എടുത്തില്ലെങ്കിൽ തീർച്ചയായും ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് പോകേണ്ടതായിട്ട് വരും. നേരത്തെ പുലിയുടെ സാന്നിധ്യം നാട്ടുകാർ വനം വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയെങ്കിലും പിന്നീട് പുലിയെ ചത്ത നിലയിൽ കണ്ടപ്പോൾ മാത്രമാണ് നാട്ടുകാരുടെ വാദം മുഖവിലയ്ക്കെടുത്തതെന്നും ഇപ്പോൾ പുലിയിറങ്ങിയ സാഹചര്യത്തിൽ അധികൃതർ അടിയന്തര ഇടപെടൽ നടത്തണമെന്നും മുളിയാർ പഞ്ചായത്തംഗം സി നാരായണിക്കുട്ടി KCN ന്യൂസിനോട് പറഞ്ഞു. 2 വർഷം മുമ്പേ ഒക്കെ ഇങ്ങനെ പുലിനെ നമ്മ റോഡിനഡം പായുന്ന കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കത്തപ്പുലി പറഞ്ഞിട്ട് അതിനത്ര ഇത് കൊടുത്തിട്ടില്ല. പിന്നീട് ആണ് ഇത് പുലി ചത്തതിൻ്റെ ശേഷമാണ് പുലി എന്ന് ഫോറസ്റ്റ് അധികാരികൾ സമ്മതിച്ചത്. അപ്പോൾ ഈ രീതിയിൽ ഇപ്പോൾ നമ്മളെ ഇരിയണ്ണി പ്രദേശത്ത് തന്നെ വട്ടം കറങ്ങിക്കൊണ്ടിരിക്കുന്ന കുറേ കാലമായി. ഇപ്പോൾ സ്കൂളിൽ വരുന്ന കുട്ടികൾ നടന്നിട്ടാണ് 5-6 കിലോമീറ്റർ നടന്നിട്ടാണ് യാത്ര ചെയ്യുന്നുള്ളത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ നമ്മൾ ഭയങ്കര ഭീതിയിലാണ് നാട്ടിലെ ജനങ്ങളെല്ലാം. അപ്പോൾ ഫോറസ്റ്റ് അധികാരികൾ വേണ്ട രീതിയിൽ ഇതിൻ്റെ നടപടി സ്വീകരിക്കണം എന്നാണ് പറയാനുള്ളത്. ഇതിനു മുൻപും ഇരിയണ്ണിയിലും തൊട്ടടുത്ത പ്രദേശമായ കാനത്തൂർ ബീട്ടിയടുക്കം ഭാഗങ്ങളിലും പുലിയെ കണ്ടതായി പ്രദേശവാസികളും വാഹനയാത്രക്കാരും വെളിപ്പെടുത്തിയിരുന്നു. ഈ ഭാഗങ്ങളിൽ പുലിയുള്ള കാര്യം വനം വകുപ്പും സ്ഥിരീകരിച്ചിട്ടുണ്ട്. നേരം ഇരുട്ടുന്ന സമയത്താണ് ഇതിനു മുൻപ് പുലിയെ പലയിടത്തും കണ്ടിരുന്നത്. പകൽ വെളിച്ചത്തിൽ പുലിയെ കാണുന്നത് ഇപ്പോൾ ഇതാദ്യമായാണ്. ഇതോടെ ഇരിയണ്ണി പ്രദേശത്തെ ജനങ്ങളെല്ലാം പരിഭ്രാന്തിയിലായിട്ടുണ്ട്. പുലിയെ കണ്ടതായി പറയുന്ന സ്ഥലത്തിന് സമീപം കൂടും ക്യാമറകളും സ്ഥാപിക്കുവാനുള്ള നീക്കത്തിലാണ് വനം വകുപ്പ്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡിലെ മേൽപ്പാലത്തിന്റെ സർവീസ് റോഡ് ഉണ്ടാക്കുവാൻ 3 മീറ്റർ ആഴത്തിൽ കുഴിച്ചതോടെ നിരവധി സ്ഥാപനങ്ങളിലേക്കുള്ള വഴിയടഞ്ഞു. മുകൾ പ്രദേശത്തെ വീടുകളും ഒറ്റപ്പെട്ട അവസ്ഥയിലാണ്. കാൽനട യാത്രക്കാർ ഇരുവശങ്ങളിലേക്ക് എത്തുവാനായി സാഹസിക യാത്ര നടത്തുകയാണ്. കൃത്യമായ വീക്ഷണമില്ലാതെ പ്രവൃത്തി നടത്തിയതാണ് പ്രതിസന്ധിക്ക് കാരണമായത്. ദേശീയപാത വികസനത്തിന്റെ ഭാഗമായി കാസർഗോഡ് നഗരത്തിൽ നിർമ്മാണം പൂർത്തിയാകാറായ മേൽപ്പാലത്തിന് സമാന്തരമായി സർവീസ് റോഡ് ഒരുക്കുവാനായി യാതൊരു മുന്നറിയിപ്പും നൽകാതെയാണ് 3 മീറ്റർ ആഴത്തിൽ കുഴിയെടുത്തത്. വ്യാപാര സമുച്ചയങ്ങളോട് ചേർന്ന് നേരത്തെയുണ്ടായ റോഡിന് മുകളിലായാണ് സർവീസ് റോഡിനായി കുഴിയെടുത്തത്. വാഹന ഗതാഗതത്തിനായി മറ്റ് വഴിയൊരുക്കിയിട്ടുണ്ടെങ്കിലും ഒരു ഭാഗത്തെ വ്യാപാര സ്ഥാപനങ്ങളിലേക്കും നിരവധി ഓഫീസുകളും മറ്റും പ്രവർത്തിക്കുന്ന കെട്ടിടങ്ങളിലേക്കും ബാങ്കിലേക്കും മറ്റു കെട്ടിട സമുച്ചയങ്ങളിലേക്കുമുള്ള വഴി പൂർണ്ണമായും അടഞ്ഞിരിക്കുകയാണ്. കൂടാതെ മുകൾ ഭാഗത്തുള്ള കാസർഗോഡ് പ്രസ് ക്ലബ്ബ്, കാസർഗോഡ് കോപ്പറേറ്റീവ് ബാങ്ക്, ചാനലുകളടക്കം പ്രവർത്തിക്കുന്ന ഫ്ലാറ്റ്, വീടുകൾ എന്നിവയും ഒറ്റപ്പെട്ടിരിക്കുകയാണ്. കാൽനടയാത്രക്കാർ റോഡിൻ്റെ ഇരുവശങ്ങളിലേക്കും എത്തുവാനായി സാഹസിക യാത്ര നടത്തുകയാണ്. റോഡിൻ്റെ ഇരുവശങ്ങളിലേക്ക് എത്തുവാനായി സാഹസിക യാത്ര നടത്തേണ്ട അവസ്ഥയിലാണ് കാൽനട യാത്രക്കാർ. ദേശീയപാത വികസനം നമ്മുടെ കാസർഗോഡിൻ്റെ മുഖച്ഛായ തന്നെ മാറുന്നൊരു സംഭവമാണ്. നല്ല വികസന പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പക്ഷേ ഈ നമ്മുടെ റോഡ് സൗകര്യത്തിൻ്റെ സർവീസ് റോഡിൻ്റെ പണി കുറേ വഴിയത്. ഇപ്പോൾ നമ്മുടെ ഈ പ്രദേശത്ത് നോക്കണം, നമുക്ക് നടന്നു പോകാൻ പോലും പറ്റുന്ന വ്യാപാര സ്ഥാപനങ്ങളുണ്ട്, പിന്നെ ബസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, ബാങ്ക് ഉണ്ട്. അവിടത്തേക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ്. മഴ ഇപ്പോൾ കഴിഞ്ഞ 2 ദിവസമായി മഴയാണ്. മഴ കാരണം നടന്നു പോകാൻ പോലും പറ്റുന്നില്ല. ചളി നിറഞ്ഞ ഇതിലെ കൂടിയിട്ടാണ് നടന്നു പോകുന്നത്. അത്യാവശ്യം ഈ സൈഡിലെ കൂടിയിട്ടുള്ള ചെറിയൊരു വഴി മാത്രമാണ്. കയറിപ്പോകാൻ പ്രായമുള്ളവർക്കൊന്നും പറ്റുന്നില്ല. അപ്പോൾ അതിന് പെട്ടെന്ന് തന്നെ ഒരു ബന്ധപ്പെട്ടവർ അധികാരികൾ ബന്ധപ്പെട്ടുകൊണ്ട് എത്രയും പെട്ടെന്നൊരു പരിഹാരം കണ്ടെത്തണമെന്ന് പറയുക. നല്ല ബുദ്ധിമുട്ടാകുന്നുണ്ട്. പിന്നെ ഇന്ന് ശരിയാവും നാളെ ശരിയാവും കാത്തുക്കാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി. ഇപ്പോൾ പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഒരുപാട് മണ്ണെടുക്കുന്നുണ്ട്. ഈ മണ്ണെടുക്കുന്ന ബുദ്ധിമുട്ട് വെച്ചാൽ അടുത്തുള്ള ബിൽഡിംഗ് വരെ തലയിൽ കൈ വെച്ചിട്ട് പോകേണ്ട അവസ്ഥയിലാണ്. തലക്ക് ഇപ്പോൾ വീണ് പോകുന്നത് തോന്നില്ല. നാവിധത്തിലേക്കാണ് ഇപ്പോൾ മണ്ണെടുത്തിട്ട് കാണുന്നുള്ളത്. അതുകൊണ്ട് ഭയങ്കര പേടിയോടാണ് പോകുന്നത്. അധികം ആശ്രയിക്കുന്ന ഒരു ഏരിയയാണ്. കൂടുതൽ പുതിയ ബസ് സ്റ്റാൻഡിൽ തന്നെയാണ് ഈ സംഭവം നടക്കുന്നത്. അപ്പം ഇവർ കഴിവിൻ്റെ പരമാവധി പണി സ്പീഡാക്കുന്നുണ്ട്. അപ്പം കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ കാസർഗോഡിൻ്റെ മുഖച്ഛായ തന്നെ മൊത്തത്തിൽ മാറാനൊരു ചാൻസ് ഉണ്ട്, കാണുന്നുണ്ട്. ഈ വയസ്സുകാരിലേക്ക് ആട്ടം എടുക്കണം, ബസ് സ്റ്റാൻഡിലേക്ക് പോകണമെങ്കിൽ, ഒരു ബാങ്കിലേക്ക് പോകണമെങ്കിൽ, എന്ത് പോകണമെങ്കിൽ ഈ അട്ടം കിടക്കണം. എന്ത് ചെയ്യാനും ആയത്തിൽ ശരിയാക്കി കൊടുത്താൽ നമ്മൾ ആയുസിലെടുത്തോടെ വെറുക്കും. അത്രയേ ഉള്ളൂ. വളരെ ബുദ്ധിമുട്ടാണ്. തൽക്കാലം എന്തെങ്കിലും സ്റ്റെപ്പ് എന്തെങ്കിലും ഇട്ട് കൊടുത്താൽ വലിയ ഉപകാരമായിരിക്കും. നമുക്ക് ഈ സാധനമൊക്കെ വീട്ടിൽ വേറെ പിള്ളേരൊന്നുമില്ല, നമ്മൾ തന്നെ വയസ്സായവർ തന്നെ വരേണ്ടതല്ലേ. അപ്പോൾ എന്തെങ്കിലും ഒരു ടെമ്പററി അറേഞ്ച്മെൻറ്റ്സ് ചെയ്താൽ വളരെ സൗകര്യമായിരിക്കും.
ഒരാഴ്ച മുൻപാണ് ഇവിടെ സർവീസ് റോഡിൻ്റെ പ്രവൃത്തി ആരംഭിച്ചത്. ശക്തമായ മഴയിൽ നിലച്ച പ്രവൃത്തി കഴിഞ്ഞ ദിവസമാണ് പുനരാരംഭിച്ചത്. വേഗത്തിൽ പണി തീർക്കുമെന്ന് കരാർ കമ്പനി അറിയിച്ചിട്ടുണ്ടെങ്കിലും പ്രവൃത്തി തീരുവാൻ 2 ആഴ്ചയെങ്കിലും എടുത്തേക്കും. നിലവിൽ കല്ലുകൾ ഉൾപ്പെടെ നിറച്ച് കുഴി നികത്തുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. കുഴി പകുതിയോളം നികത്തിയാണ് സർവീസ് റോഡ് നിർമ്മിക്കുക. ഇത്തരത്തിൽ തറ നിരപ്പിനും താഴെയായി റോഡ് യാഥാർത്ഥ്യമാകുമ്പോൾ വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് വാഹനങ്ങൾക്ക് വരുവാൻ സാധിക്കാത്ത അവസ്ഥയുണ്ടാകുമോ എന്ന കാര്യത്തിൽ ആശങ്കയുണ്ട്. ദേശീയപാത നിർമ്മാണ പ്രവൃത്തികൾ കാസർഗോഡിൻ്റെ മുഖച്ഛായ തന്നെ മാറ്റുന്നതാണെങ്കിലും കൃത്യമായ വീക്ഷണമില്ലാതെ ചിലയിടങ്ങളിൽ നടക്കുന്ന പ്രവൃത്തി ജനങ്ങൾക്ക് വലിയ ദുരിതമാണ് വരുത്തിവയ്ക്കുന്നത്. ദേശീയപാത യാഥാർത്ഥ്യമാകുവാനുള്ള കാത്തിരിപ്പിലാണ് കാസർഗോഡ്. എന്നാൽ കാസർഗോഡ് പുതിയ ബസ് സ്റ്റാൻഡ് ഉൾപ്പെടെയുള്ള പല സ്ഥലങ്ങളിലും യാത്രക്കാരെ ബുദ്ധിമുട്ടിലാക്കുന്ന പ്രവൃത്തിയാണ് നടക്കുന്നത്. ഇക്കാര്യത്തിൽ അധികൃതർ ശ്രദ്ധ ചെലുത്തണമെന്ന ആവശ്യം ശക്തമാണ്. ക്യാമറാമാൻ ചേതൻ നായിക്കിനൊപ്പം ബൈജു രാവൺ, KCN ന്യൂസ്, കാസർഗോഡ്. ദുർമന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടിക്കുമെന്ന് വിശ്വസിപ്പിക്കുക, സ്വർണം കൈക്കലാക്കിയ ശേഷം നിഷ്കരണം കൊലപ്പെടുത്തുക, സിനിമയെ പോലും വെല്ലുന്ന തിരക്കഥയൊരുക്കിയാണ് ജിന്നുമ്മയും സംഘവും അബ്ദുൽ ഗഫൂറിൽ നിന്നും 596 പവൻ സ്വർണം കൈക്കലാക്കിയത്. കാസർഗോട്ടെ ജ്വല്ലറികളിൽ നടത്തിയ റെയ്ഡിൽ അന്വേഷണ സംഘത്തിന് 29 പവൻ സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ കണ്ടെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. കർണാടകയിലേക്കടക്കം സ്വർണം വിൽപ്പന നടത്തിയതായാണ് പ്രതികളുടെ മൊഴി. ഈ സാഹചര്യത്തിൽ അന്വേഷണം കർണാടകയിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. കാസർഗോഡ് പൂച്ചക്കാട്ട് പ്രവാസി വ്യവസായിയെ ഒരു സംഘം ദുർമന്ത്രവാദത്തിലൂടെ സ്വർണം ഇരട്ടിക്കുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിക്കുകയും സ്വർണം കൈക്കലാക്കിയ ശേഷം കൊലപാതകം നടത്തുകയും ചെയ്ത സംഭവത്തിൻ്റെ ചുരുളഴിഞ്ഞത് കേരളത്തെ തന്നെ ഞെട്ടിച്ചിരിക്കുകയാണ്. ജിന്നുമ്മ എന്നറിയപ്പെടുന്ന KH ഷമീമ, ഭർത്താവ് ഉവൈസ്, PM അഷ്നിഫ, ആയിഷ എന്നിവരെ അറസ്റ്റ് ചെയ്തതോടെയാണ് സിനിമയെ പോലും വെല്ലുന്ന സംഭവകഥ ഇപ്പോൾ പുറം ലോകമറിഞ്ഞത്. കൃത്യമായ ആസൂത്രണം നടത്തിയാണ് സംഘം ഇത്തരത്തിലുള്ള വലിയ തട്ടിപ്പും കൊലപാതകവും നടത്തിയത്. അബ്ദുൽ ഗഫൂർ ഹാജിയെ 2023 ഏപ്രിൽ 14 പുലർച്ചെയായിരുന്നു വീട്ടിനകത്ത് മരിച്ച നിലയിൽ കാണപ്പെട്ടത്. തലേനാൾ സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് വിശ്വസിപ്പിച്ച് വീട്ടിൽ ദുർമന്ത്രവാദം നടത്തിയിരുന്നു. സ്വർണം മുന്നിൽ വെച്ചായിരുന്നു മന്ത്രവാദം. ഈ സ്വർണം തിരിച്ചു നൽകേണ്ടി വരുമെന്ന് കരുതിയായിരുന്നു കൊലപാതകം നടത്തിയത്. 596 പവൻ സ്വർണമാണ് മന്ത്രവാദ സംഘം തട്ടിയത്. സ്വാഭാവിക മരണമെന്ന് കരുതിയ കേസ് പിന്നീട് നാട്ടുകാരുടെയും ആക്ഷൻ കമ്മിറ്റിയുടെയും ബന്ധുക്കളുടെയും ശക്തമായ ഇടപെടലിനെ തുടർന്ന് DCRB DYSP KJ ജോൺസണിൻ്റെ നേതൃത്വത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് മന്ത്രവാദം പറഞ്ഞ് തട്ടിപ്പ് നടത്തുന്ന സംഘം അറസ്റ്റിലായത്. കാസർഗോട്ടെ ജ്വല്ലറികളിൽ പ്രതികളെ എത്തിച്ച് നടത്തിയ റെയ്ഡിൽ 29 പവൻ സ്വർണ്ണാഭരണങ്ങൾ മാത്രമേ കണ്ടെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളൂ. കർണാടകയിലടക്കം സ്വർണം വിൽപ്പന നടത്തിയതായാണ് പ്രതികളുടെ മൊഴി. ഈ സാഹചര്യത്തിൽ അന്വേഷണം കർണാടകയിലേക്കും വ്യാപിപ്പിച്ചിട്ടുണ്ട്. ബാക്കി സ്വർണം കണ്ടെടുക്കുന്നതിനും കൂടുതൽ തെളിവെടുപ്പിനുമായി പ്രതികളെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിനായി അന്വേഷണ സംഘം കോടതിയിൽ അപേക്ഷ നൽകിയിട്ടുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങി വിശദമായി ചോദ്യം ചെയ്യുന്നതോടെ ജിന്നുമ്മയുടെയും സംഘത്തിൻ്റെയും പൂർവ്വകാല ചരിത്രം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ കണ്ടെത്തുവാൻ കഴിയുമെന്ന കണക്കുകൂട്ടലിലാണ് അന്വേഷണ സംഘം. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് FCTOയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ജീവനക്കാർ കാസർഗോഡ് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. സംസ്ഥാന വ്യാപകമായുള്ള സമരത്തിന്റെ ഭാഗമായാണ് കാസർഗോട്ടും മാർച്ചും ധർണയും നടത്തിയത്. നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു. PFRDA നിയമം പിൻവലിക്കുക, പഴയ പെൻഷൻ പദ്ധതി പുനഃസ്ഥാപിക്കുക, ശമ്പള പരിഷ്കരണ നടപടികൾ ആരംഭിക്കുക, DA ശമ്പള പരിഷ്കരണ കുടിശ്ശികകൾ അനുവദിക്കുക, കേന്ദ്ര ഗവൺമെന്റിന്റെ കേരളത്തോടുള്ള സാമ്പത്തികോപരോധം അവസാനിപ്പിക്കുക, മെഡിസെപ് ഭവന വായ്പാ പദ്ധതി തുടങ്ങിയവ അപാകത പരിഹരിച്ച് നടപ്പാക്കുക, ദേശീയ വിദ്യാഭ്യാസ നയം പിൻവലിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിലേക്കും ജില്ലാ കേന്ദ്രങ്ങളിലേക്കും നടത്തിയ മാർച്ചിന്റെ ഭാഗമായി FCTO കാസർകോട്ട് മാർച്ചും ധർണയും നടത്തി. കാസർകോട് ജില്ലാ കമ്മിറ്റി നേതൃത്വത്തിൽ നടന്ന ധർണ FCTO സംസ്ഥാന ട്രഷറർ M ഷാജഹാൻ ഉദ്ഘാടനം ചെയ്തു.
2014 ആരോഗ്യ മേഖലയിലുള്ള തുക മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളത്, കേന്ദ്ര സർക്കാർ മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളത് 2014 3.8%, GDP-യുടെ 3.8% മാറ്റിവെക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ഇന്നത് കുറഞ്ഞ് 2024 ആയപ്പോൾ 2.6% എന്നുള്ള നിലയിലേക്ക് കുറഞ്ഞു വന്നിട്ടുണ്ട് എങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം കേരളത്തിന്റെ GSDP-യുടെ 5.6% എന്നുള്ള നിലയിലേക്ക് കൊടുക്കുന്ന തരത്തിലേക്ക് വരുന്നു. ഈ ഒരു അന്തരമാണ് കേരളത്തെ നമ്മുടെ രാജ്യവുമായും അതുപോലെ തന്നെ രാജ്യത്തെ ബാക്കി 27 സംസ്ഥാനങ്ങളുമായും വ്യത്യസ്തപ്പെടുത്തിയിരിക്കുന്നത് എന്നുള്ള യാഥാർത്ഥ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സൂചിപ്പിക്കാനുള്ളത്. ജില്ലാ പ്രസിഡന്റ് കെ ഭാനുപ്രകാശ് അധ്യക്ഷത വഹിച്ചു. ജില്ലാ സെക്രട്ടറി കെ ഹരിദാസ് സ്വാഗതം പറഞ്ഞു. KSTA സംസ്ഥാന സെക്രട്ടറി കെ രാഘവൻ, വി ചന്ദ്രൻ, ടി ദാമോദരൻ, ടി പ്രകാശൻ അമ്പിളി, ബി രാധാകൃഷ്ണൻ, KV രാഘവൻ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. 3 പതിറ്റാണ്ടോളം പട്ടയത്തിനായി കാത്തിരുന്ന തൃക്കരിപ്പൂർ ITയിലെ 23 കുടുംബങ്ങൾക്ക് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയം അനുവദിക്കുന്നതിന് മുന്നോടിയായി കൈവശ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. തൃക്കരിപ്പൂർ പഞ്ചായത്തിന്റെ അധീനതയിലുള്ള ഭൂമിയുടെ രേഖ വർഷങ്ങൾക്ക് മുൻപ് നഷ്ടപ്പെട്ടിരുന്നു. വടക്കേ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസർ TV സന്തോഷിന്റെ നേതൃത്വത്തിൽ 2 ദിവസങ്ങളിലായാണ് അളന്നു തിട്ടപ്പെടുത്തൽ നടപടി പൂർത്തിയാക്കിയത്. പട്ടയത്തിനായി പ്രദേശത്തെ കുടുംബങ്ങളുടെയും വിവിധ സംഘടനകളുടെയും നേതൃത്വത്തിൽ നിരവധി സമരങ്ങൾ നടത്തിയിരുന്നു. ഒടുവിൽ ജില്ലാ കളക്ടർക്ക് നൽകിയ നിവേദനത്തിന്റെ തുടർച്ചയായാണ് കൈവശഭൂമി അളന്നു തിട്ടപ്പെടുത്തിയത്. നടപടി വേഗത്തിൽ പൂർത്തിയാക്കാൻ വടക്കേ തൃക്കരിപ്പൂർ വില്ലേജ് ഓഫീസറെ കളക്ടർ ചുമതലപ്പെടുത്തുകയായിരുന്നു. വർഷങ്ങളുടെ കാത്തിരിപ്പിന് പരിഹാരമുണ്ടായതിന്റെ ആഹ്ലാദത്തിലാണ് ITയിലെ കുടുംബങ്ങൾ. ഉറുമിസ് തൃക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. കയ്യൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ ലിംഗസമത്വ സെമിനാർ സംഘടിപ്പിച്ചു. സാമൂഹ്യ പ്രവർത്തകയും ആക്ടിവിസ്റ്റുമായ ഇഷ കിഷോർ വിഷയാവതരണം നടത്തി. ലിംഗവിവേചനത്തിനെതിരെ പുതുതലമുറയിൽ അവബോധം ജനിപ്പിക്കാനായി സംഘടിപ്പിച്ച സെമിനാർ ശ്രദ്ധേയമായി. കയ്യൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിലാണ് പരിപാടി നടന്നത്. വർത്തമാനകാലത്തെ ലിംഗവിവേചന ചിന്തകൾ എന്ന വിഷയത്തിൽ സാമൂഹ്യ പ്രവർത്തകയും ആക്ടിവിസ്റ്റുമായ ഇഷ കിഷോർ ക്ലാസ് എടുത്തു. ശരിയായ ദിശയിലുള്ള അവബോധമില്ലാത്തതാണ് പൊതുസമൂഹത്തിൽ ലിംഗനീതി സംബന്ധിച്ച പ്രശ്നങ്ങൾ ഉരുത്തിരിയാൻ കാരണമെന്ന് അവർ അഭിപ്രായപ്പെട്ടു. പ്രിൻസിപ്പാൾ സുധാ PP അധ്യക്ഷത വഹിച്ചു. വിജയൻ, വത്സൻ പിലിക്കോട്, പ്രണാബ് കുമാർ എന്നിവർ സംസാരിച്ചു. ലിംഗസമത്വം സംബന്ധിച്ച സംശയ ദൂരീകരണവും പരിപാടിയുടെ ഭാഗമായി നടന്നു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളിൽ ടാലന്റ് ഷോ 2024 സംഘടിപ്പിച്ചു. വിദ്യാർത്ഥികളിലെ പ്രതിഭകളെ കണ്ടെത്താൻ സംഘടിപ്പിച്ച പരിപാടി സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. കുഞ്ചത്തൂർ പീസ് ക്രിയേറ്റീവ് സ്കൂളിൽ വിദ്യാർത്ഥികളിലെ പ്രതിഭകളെ കണ്ടെത്തുന്നതിനായി സംഘടിപ്പിച്ച ടാലന്റ് ഷോ 2024 സ്കൂൾ പ്രിൻസിപ്പൽ അബ്ദുൽ ഖാദർ ഉദ്ഘാടനം ചെയ്തു. വിദ്യാർത്ഥികളിലെ കഴിവുകളെ തിരിച്ചറിയാൻ മാത്രമല്ല അവയെ വളർത്താനും ഇത്തരം പരിപാടികൾ സഹായിക്കുമെന്ന് അബ്ദുൽ ഖാദർ പറഞ്ഞു. കല, കായിക, ശാസ്ത്ര, സാഹിത്യ മേഖലകളിൽ കഴിവുകൾ തെളിയിക്കാൻ വിദ്യാർത്ഥികൾക്ക് ഇതുവഴി അവസരം ലഭിച്ചു. ഇവ കൂടാതെ ചിത്രരചനാ മത്സരം, ശാസ്ത്ര പ്രദർശനം, കവിതാ മത്സരങ്ങൾ, മൈം ഷോ, ഡിബേറ്റ് തുടങ്ങിയവയും സംഘടിപ്പിച്ചു. വിജയികളെ മികച്ച സമ്മാനങ്ങൾ നൽകി ആദരിച്ചു. CCA ഇൻചാർജ് ആമിന, അഫ്സന, മിനാസ് തുടങ്ങിയവർ പരിപാടിക്ക് നേതൃത്വം നൽകി. അബ്ദുൾ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. സൈക്കിൾ യാത്രയ്ക്കിടെ കാറിടിച്ച് കാലിലും തോളിലും തകർന്ന് ഗുരുതര പരിക്കേറ്റ പെയിന്റിംഗ് തൊഴിലാളി 3 ആഴ്ചയിലധികമായി കിടക്കയിൽ ചികിത്സയിലാണ്. തൃക്കരിപ്പൂർ ഇളമ്പച്ചി തളിച്ചാലത്തെ 39-കാരനായ കുന്നിയൂർ വിനീതാണ് തന്നെ ഇടിച്ചു തെറിപ്പിച്ച കാർ തിരിച്ചറിയാനോ തുടർ ചികിത്സ നടത്താനോ കഴിയാതെ വലയുന്നത്. നവംബർ 11 രാത്രി 9 ഇളമ്പച്ചി ബന്ധുവീട്ടിൽ പോയി സൈക്കിളിൽ തിരിച്ചു വരുമ്പോൾ പയ്യന്നൂർ തൃക്കരിപ്പൂർ പ്രധാന പാതയിലായിരുന്നു അപകടം. സൈക്കിളിൽ സഞ്ചരിച്ച വിനീതിനെ കാർ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. ആദ്യം പയ്യന്നൂർ സഹകരണ ആശുപത്രിയിലും പിന്നീട് കണ്ണൂർ മിംസ് ആശുപത്രിയിലും ദിവസങ്ങളോളം ചികിത്സയിലായിരുന്നു. അപകടത്തിൽ വിനീതിന്റെ വലത് കാൽമുട്ടിന് താഴെ 2 ഇടങ്ങളിലും തോളിലും പൊട്ടി.
3.5 ലക്ഷത്തിൽ പരം രൂപ ഇതിനകം ചികിത്സയ്ക്കായി ചെലവായി. അതുകൊണ്ട് കഴിഞ്ഞിട്ട് നേരെ വീട്ടിലേക്ക് വരുന്ന വിധത്തിൽ പോക്കറ്റ് റോഡിലായിരുന്നു ഇവരുടെ വീട്. അവിടുന്ന് മെയിൻ റോഡിലെത്തി എൻ്റെ വാഹനം സൈക്കിളായിരുന്നു. സൈക്കിൾ എടുത്തിട്ട് ഞാൻ വരികയായിരുന്നു. അത് തൃക്കൈവര് ഭാഗത്തേക്ക് തെക്കുംപാട് മെയിൻ റോഡിൽ നിന്ന് കുറച്ച് 100 മീറ്റർ അപ്പുറത്തി കുറച്ച് സൈക്കിൾ എടുത്ത് മുമ്പിലോട്ട് പോകുന്ന സമയത്ത് പയ്യന്ന് വന്ന കാറ് ഇടിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾക്ക് ഒന്നും നോർമലായിട്ട് ഓർമ്മയില്ല. പിറ്റേന്ന് രാവിലെ ഹോസ്പിറ്റലിൽ എത്തിയതാണ് ഓർമ്മ. വിനീതിന്റെ അമ്മ ഭവാനി വീണ് തുടയിൽ തകർന്ന് ചികിത്സയ്ക്കിടയിൽ ഈ വർഷം ജൂണിൽ മരിച്ചതോടെ തലിച്ചാലത്തെ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസം. മറ്റൊരാളുടെ സഹായമില്ലാതെ ഭക്ഷണത്തിനോ ടോയ്ലറ്റിൽ പോലും പോകാനോ കഴിയില്ല. ഹോം നഴ്സിന്റെ സഹായത്തിലാണ് വിനീത് ദിവസങ്ങൾ തള്ളി നീക്കുന്നത്. വിനീതിന്റെ ചികിത്സ നടത്തുന്നതിന് ബന്ധുക്കളും നാട്ടുകാരും ചേർന്ന് ചികിത്സാ സഹായ കമ്മിറ്റി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഉറുമിസ്രക്കരിപ്പൂർ, ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. UAE ദേശീയ ദിനാഘോഷം ഈദുൽ ഇത്തിഹാദ് വർണ്ണാഭമാക്കി ദുബായ് സുന്നി സെന്റർ. പരിപാടിയിൽ സുന്നി സെന്റർ മദ്രസ വിദ്യാർത്ഥികളുടെ കലാസാഹിത്യ സൃഷ്ടികൾ ഉൾപ്പെടുത്തി പുറത്തിറക്കിയ ഇൻസൈറ്റ് മാഗസിൻ പ്രകാശനം ചെയ്തു. ദുബായ് സുന്നി സെന്റർ UAE ദേശീയ ദിനാഘോഷം വർണ്ണാഭമായി ആഘോഷിച്ചു. UAE ഉയർത്തിപ്പിടിക്കുന്ന ബഹുസ്വരതയും മാനവിക മൂല്യങ്ങളും ലോകരാഷ്ട്രങ്ങൾക്ക് മാതൃകയാണെന്നും ഭരണാധികാരികളുടെ നിശ്ചയദാർഢ്യവും ദീർഘവീക്ഷണവുമാണ് ഈ രാജ്യത്തിന്റെ പുരോഗതിയുടെ അടിസ്ഥാനമെന്നും കേരളീയ മുസ്ലിം വൈജ്ഞാനിക മുന്നേറ്റങ്ങൾക്ക് ഈ രാജ്യത്തോട് മലയാളികൾ കടപ്പെട്ടവരാണെന്നും ദേശീയ ദിനാഘോഷ സംഗമം അഭിപ്രായപ്പെട്ടു. സയ്യിദ് അബ്ദുൽ ഹക്കീം തങ്ങൾ അൽ ബുഖാരി, സയ്യിദ് സിറാജുദ്ദീൻ തങ്ങൾ, സയ്യിദ് സക്കീർ ഹുസൈൻ തങ്ങൾ, അബ്ദുൽ ജലീൽ ദാരിമി, TKC അബ്ദുൽ ഖാദർ ഹാജി, സൂപ്പി ഹാജി, യൂസഫ് ഹാജി, ഹുസൈൻ ദാരിമി, അബ്ദുൽ ഖാദർ ഫൈസി തുടങ്ങിയവർ പങ്കെടുത്തു. UAEയുടെ ചരിത്രം, പൈതൃകം, സംസ്കാരം, വികസനയാത്ര എന്നിവ പ്രമേയമാക്കിയുള്ള ദുബായ് സുന്നി സെന്റർ മദ്രസ വിദ്യാർത്ഥികളുടെ കലാ സാഹിത്യ സൃഷ്ടികൾ ഉൾപ്പെടുത്തി പുറത്തിറക്കിയ ഇൻസൈറ്റ് മാഗസിൻ സയ്യിദ് സിറാജുദ്ദീൻ തങ്ങൾ ഉസ്മാൻ പറമ്പത്തിന് നൽകി പ്രകാശനം ചെയ്തു. ദേശീയ ദിനാഘോഷത്തിന്റെ ഭാഗമായി ഫ്ലാഗ് മാർച്ച്, വേൾഡ് ഗിന്നസ് റെക്കോർഡ് നേടിയ ജസീം ഫൈസിയുടെ ഖുറാൻ പ്രദർശനം, വിദ്യാർത്ഥികളുടെ എക്സിബിഷൻ, കലാപരിപാടികൾ തുടങ്ങി നിരവധി പരിപാടികൾ അരങ്ങേറി. പരിപാടിയിൽ നിരവധി പേർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ചരമദിനം തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ ആചരിച്ചു. പ്രിയദർശിനി മന്ദിരത്തിൽ നടന്ന അനുസ്മരണ യോഗം കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പ്രിയദർശിനി മന്ദിരത്തിൽ തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വത്തിൽ ഡോക്ടർ അംബേദ്കർ അനുസ്മരണ യോഗവും പുഷ്പാർച്ചനയും നടന്നു. അംബേദ്കർ അനുസ്മരണ യോഗം കാസർഗോഡ് DCC വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഡോക്ടർ അംബേദ്കർ തൻ്റെ ബാല്യകാലങ്ങളൊക്കെ ഇന്ത്യയിലെ കൂരിരുട്ട് നിറഞ്ഞ ഒരു കാലഘട്ടത്തിൽ തൊട്ടുകൂടായ്മയും തിണ്ടിക്കൂടായ്മയും അധികൃതരായ ആളുകൾക്ക് പൊതു പൈപ്പിൽ നിന്ന് വെള്ളം കുടിക്കാൻ പോലും അവകാശം നിഷേധിച്ച ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ സ്വന്തം പ്രയത്നം കൊണ്ട് അദ്ദേഹം വിദ്യാഭ്യാസത്തിലൂടെ ഉന്നതിയിലെത്തിയും കൊണ്ട് ഇന്ത്യയുടെ ഭരണഘടനയുടെ സൃഷ്ടാവായി മാറിയിരിക്കുന്നത്. ചടങ്ങിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് KV വിജയൻ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി KP പ്രകാശൻ, UDF നിയോജകമണ്ഡലം ചെയർമാൻ P കുഞ്ഞിക്കണ്ണൻ, മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് M രജീഷ് ബാബു, DCC നിർവാഹക സമിതി അംഗം PV കണ്ണൻ മാസ്റ്റർ, ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ C രവി, KV ജതീന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം C ചന്ദ്രമതി, KP ദിനേശൻ, E രാജേന്ദ്രൻ, PV പത്മജ, K അശോകൻ, മുട്ടത്ത് രാജു, മുഹമ്മലി ആലപ്പി എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അജാനൂർ ന്യൂ പവർ ലേഡീസ് കൂട്ടായ്മയുടെ ആഭിമുഖ്യത്തിൽ അനുമോദന സദസ്സ് സംഘടിപ്പിച്ചു. ക്യാഷ് അവാർഡ് വിതരണവും നടത്തി. ന്യൂ പവർ ലേഡീസ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഉന്നത തലങ്ങളിൽ മികവ് തെളിയിച്ച് വിജയം കരസ്ഥമാക്കിയ കൂട്ടായ്മ അംഗങ്ങളുടെ മക്കളായ ആയിഷ കെയും, മെഹക് പർവീൻ ബീഗം, ഫാത്തിമ ജലീൽ, ഖൈറുന്നീസ ടി തുടങ്ങിയവർക്ക് അനുമോദനവും ക്യാഷ് അവാർഡ് വിതരണവും നടന്നു. സൗത്ത് ചിത്താരിയിൽ നടന്ന ചടങ്ങ് അജാനൂർ ഗ്രാമപഞ്ചായത്ത് 21-ാം വാർഡ് മെമ്പർ CK ഇർഷാദ് ഉദ്ഘാടനം ചെയ്തു. പ്രിയപ്പെട്ട കുട്ടികൾ, നമുക്കറിയാം, ഞാൻ 2 ദിവസം മുമ്പ് കുഞ്ഞാമെമ്പർ എന്നെ വിളിച്ച് നമ്മളെ പരിപാടിയുണ്ട്. ഞാൻ വിഷയങ്ങൾ എങ്ങനെയാണ് ഉപയോഗിച്ച നമ്മൾ കുട്ടികളെ ആദരിക്കുന്നതോ ഇവിടെ ഒരു ആദരവ് കൊടുത്തു പോകുന്നൊരു പരിപാടിയാണ്. എനിക്ക് പറഞ്ഞാൽ അംശം വരെ വിളിക്കാമെന്നോ നമ്മളെ തന്നെ ബോർഡ് മീറ്റിംഗ് ആണെന്നുണ്ടായത്. ബോർഡ് മീറ്റിംഗ് സ്പെൻഡ് ചെയ്തു. കാരണം വെച്ചാൽ ഈ ഇവരുടെ ഗൗരവം മനസ്സിലായി. ന്യൂ പവർ ലേഡീസ് കൂട്ടായ്മ പ്രസിഡന്റ് ജയലക്ഷ്മി ടീച്ചർ അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി സക്കീന ബഷീർ സ്വാഗതം പറഞ്ഞു.
രക്ഷാധികാരി സി കുഞ്ഞാമന വിഷയാവതരണം നടത്തി. അജാനൂർ ഗ്രാമപഞ്ചായത്ത് 16-ാം വാർഡ് മെമ്പർ CH ഹംസ, സി കുഞ്ഞബ്ദുള്ള ഹാജി, എ ഹമീദ് ഹാജി, എം ഹമീദ് ഹാജി, അഹമ്മദ് കിർമാണി, JPHN അമ്പിളി, മോട്ടിവേഷണൽ സ്പീക്കർ റസിയ തുടങ്ങിയവർ സംസാരിച്ചു. അശ്വതി പ്രജിത്ത് നന്ദിയും പറഞ്ഞു. സ്ത്രീകൾ നേരിടുന്ന വിളർച്ച HB പരിശോധനാ ക്യാമ്പും ഇതോടൊപ്പം നടന്നു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കാസർഗോഡ് ജില്ലയിലെ പ്രധാന ദേവീക്ഷേത്രമായ ഹൊസ്തുർഗ് മാരിയമ്മ ക്ഷേത്രം വികസനത്തിന്റെ പാതയിൽ. പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള നിധിശേഖരണ ചടങ്ങ് നടന്നു. പ്രസിദ്ധവും ഐതിഹ്യ സമ്പന്നവുമാണ് കാസർഗോഡ് ജില്ലയിലെ ഹോസ്തുർഗ് മാരിയമ്മ ക്ഷേത്രം. ജില്ലയിലെ പ്രധാന ദേവീക്ഷേത്രങ്ങളിലൊന്നായ ഹോസ്തുർഗ് മാരിയമ്മ ക്ഷേത്രം വികസനത്തിന്റെ പാതയിലാണ്. ക്ഷേത്ര ചുറ്റുമതിൽ, ഗോപുരം, നടപ്പന്തൽ, തന്ത്രിമഠം എന്നിവയാണ് വികസന പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഒരുക്കുന്നത്. പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള നിധി ശേഖരണ ചടങ്ങ് നടന്നു. തന്ത്രി വാരിക്കാട്ട് പരമേശ്വര തായർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ഈ ഗോപുരം ചുറ്റുമതിൽ മാത്രമല്ല, ഇവിടെ ഒരു തീർത്ഥക്കുളവും ആവശ്യമാണ്. അത് ഈ അമ്പലമായി ബന്ധപ്പെട്ട് എവിടെയെങ്കിലും ഈ കുളം ഉണ്ടെങ്കിൽ അതല്ലെങ്കിൽ ഒരു സ്ഥാനം കണ്ട് അതിന് ഇപ്പോഴേ സ്ഥാനം കണ്ടുവെക്കണം. അതായത് കൊടിമര പ്രതിഷ്ഠ വരുമ്പോൾ ആറാട്ട് മഹോത്സവം വേണമല്ലോ, അതിനുള്ള സൗകര്യം ഇപ്പോഴേ കണ്ടുവെക്കേണ്ടതാണ്. അപ്പോൾ ഈ ധനശേഖരണം എല്ലാ നല്ല വിജയത്തിൽ എത്തിച്ച് ഈ ഗോപുരവും ചുറ്റുമതിലും എല്ലാം ദേവിയുടെ അനുഗ്രഹം കൊണ്ട് എല്ലാം തീർത്ത് എല്ലാവരും സഹകരിച്ച് എല്ലാവർക്കും അനുഗ്രഹം ഉണ്ടാക്കട്ടെ എന്ന് ഞാൻ ദേവിയോട് പ്രാർത്ഥിക്കുന്നു. മാരിയമ്മ സേവാ സമിതി പ്രസിഡന്റ് HN രാജേഷ് ആദ്യ തുക കൈമാറി. ഡോക്ടർ വിവേക് സുധാകരൻ അധ്യക്ഷനായി. നിതിൻ നാഗരാജ് നായക് ബ്രൗഷർ പ്രകാശനം നിർവഹിച്ചു. B രാധാകൃഷ്ണൻ ഏറ്റുവാങ്ങി. ക്ഷേത്രം മേൽശാന്തി പുതുമന സുബ്രഹ്മണ്യൻ നമ്പൂതിരി, ട്രസ്റ്റി ബോർഡ് ചെയർമാൻ B മുകുന്ദപ്രഭു, എക്സിക്യൂട്ടീവ് ഓഫീസർ M മഹേഷ്, നവീകരണ കമ്മിറ്റി സെക്രട്ടറി TP ഗംഗാധരൻ, M ബൽരാജ് നായിക്, HR ശ്രീധരൻ, ക്ഷേത്ര ഭരണസമിതി അംഗം M സുരേഷ്, സേവാസമിതി സെക്രട്ടറി രാജേഷ് പ്രസാദ്, ഗംഗാധരൻ കൂവൽപ്പള്ളി, വിനോദ് കരുണൻ, KV ബാബുരാജ്, മഹാസതി ക്ഷേത്രം പ്രസിഡന്റ് ജഗദീശ എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോയ്ക്ക് GHSS ചെർക്കളയിൽ തുടക്കമായി. 2 ദിവസങ്ങളിലായി നടക്കുന്ന എക്സ്പോയിൽ വിദ്യാഭ്യാസ ജില്ലയിലെ 4000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും. പൊതുവിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗം കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് കൗൺസിലിംഗ് സെല്ലിന്റെ ആഭിമുഖ്യത്തിൽ കാസർഗോഡ് വിദ്യാഭ്യാസ ജില്ലയിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കായി ദിശ ഹയർ സ്റ്റഡീസ് എക്സ്പോ 2024 തുടക്കം കുറിച്ചു. നൂതന കോഴ്സുകളും തൊഴിൽ മേഖലകളും ഉപരിപഠന സാധ്യതകളും പരിചയപ്പെടുത്തുന്ന കരിയർ സ്റ്റാളുകൾ, കരിയർ സെമിനാറുകൾ, വിദ്യാർത്ഥികൾ അവതരിപ്പിക്കുന്ന കരിയർ മേഖലയിലൂന്നിയ ഗവേഷണ പ്രബന്ധങ്ങൾ, കേഡാറ്റ് അഭിരുചി നിർണയ പരീക്ഷ എന്നിവ ദിശയുടെ ഭാഗമായി ഉൾക്കൊള്ളിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ ജില്ലയിലെ 4000-ഓളം വിദ്യാർത്ഥികളാണ് എക്സ്പോയിൽ എത്തിച്ചേരുക. കാസർഗോഡ്, കണ്ണൂർ, കോഴിക്കോട് ജില്ലകളിലെ 20ഓളം സ്ഥാപനങ്ങളുടെ സ്റ്റാളുകൾ പങ്കെടുക്കുന്നുണ്ട്. ഉന്നത വിദ്യാഭ്യാസ പ്രദർശനത്തിന്റെ ഉദ്ഘാടനം കാസർഗോഡ് MLA NA നെല്ലിക്കുന്ന് നിർവഹിച്ചു. ചെങ്കള ഗ്രാമപഞ്ചായത്ത് വിദ്യാഭ്യാസ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സമീർ എടനീർ അധ്യക്ഷത വഹിച്ചു. ഹയർ സെക്കൻഡറി ജില്ലാ അസിസ്റ്റന്റ് കോർഡിനേറ്റർ മോഹനൻ P, ചെർക്കള ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ വിനോദ് കുമാർ TV, CG&AC ജില്ലാ കോർഡിനേറ്റർ മേസൺ K, കാസർഗോഡ് CG&AC കൺവീനർ C മനോജ് കുമാർ, ചെർക്കള ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ്മാസ്റ്റർ മുഹമ്മദ് അലി TK, CG&AC കാഞ്ഞങ്ങാട് കൺവീനർ പ്രവീൺ കുമാർ C, സീനിയർ അസിസ്റ്റന്റ് സമീർ മാസ്റ്റർ TA, ഹയർ സെക്കൻഡറി സീനിയർ അസിസ്റ്റന്റ് രഘുനാഥ് M, റോജിൻ ജോസഫ് എന്നിവർ സംബന്ധിച്ചു. ശനിയാഴ്ച നടക്കുന്ന സമാപന യോഗം ഹയർ സെക്കൻഡറി ജില്ലാ കോർഡിനേറ്റർ അരവിന്ദാക്ഷന്റെ അധ്യക്ഷതയിൽ ഹയർ സെക്കൻഡറി കരിയർ ഗൈഡൻസ് ആൻഡ് അഡോളസന്റ് സ്റ്റേറ്റ് കോർഡിനേറ്റർ ഡോക്ടർ അസീം CM ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് ഇരിയണിയിൽ മരത്തിന് മുകളിൽ നിന്ന് വീട്ടമ്മയ്ക്ക് നേരെ ചാടി വീണ് പുലി. രക്ഷപ്പെട്ടത് അതിസാഹസികമായി. വീടിന് പുറത്തിറങ്ങുവാൻ പോലും ഭയപ്പെട്ട് പ്രദേശവാസികൾ. കാസർഗോഡ് നഗരത്തിൽ മേൽപ്പാലത്തിന്റെ സർവീസ് റോഡ് ഉണ്ടാക്കുവാൻ കുഴിച്ചത് 3 മീറ്റർ. നിരവധി സ്ഥാപനങ്ങളിലേക്കുള്ള വഴിയടഞ്ഞു. കാൽനട യാത്രക്കാർക്ക് സാഹസിക യാത്ര. പൂച്ചക്കാട്ടെ പ്രവാസി അബ്ദുൽ ഗഫൂറിന്റെ കൊലപാതകം. കാസർഗോഡെ ജ്വല്ലറികൾ നടത്തിയ റെയ്ഡിൽ 29 പവൻ സ്വർണ്ണാഭരണങ്ങൾ കണ്ടെടുത്തു. അന്വേഷണം കർണാടകയിലേക്കും വ്യാപിപ്പിച്ചു.
FSCTOയുടെ നേതൃത്വത്തിൽ കാസർഗോഡ് ഇൻകം ടാക്സ് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. നിരവധി പേർ സമരത്തിൽ പങ്കെടുത്തു. കാത്തിരിപ്പിന് വിരാമമാകുന്നു. തൃക്കരിപ്പൂർ ആയിറ്റിയിലെ 23 കുടുംബങ്ങൾക്ക് ലാൻഡ് ട്രിബ്യൂണൽ പട്ടയം അനുവദിക്കുന്നതിന് മുന്നോടിയായി കൈവശ ഭൂമി അളന്ന് തിട്ടപ്പെടുത്തി. അംബേദ്കറുടെ ചരമദിനം തൃക്കരിപ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി ആചരിച്ചു. അഡ്വക്കേറ്റ് KK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നമസ്കാരം.